അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രാവാക്യം ഏറ്റവും ശ്രദ്ധേയമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. അനേക മതസ്ഥരും വ്യത്യസ്ത ജാതിക്കാരും അനവധി വിഭാഗങ്ങളും ഒരേ കൂട്ടായ്മയിലും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുക, അതായിരുന്നു നമ്മുടെ പാരമ്പര്യം. ഉദാഹരണത്തിന് കോഴിക്കോട് ജലക്ഷങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ജലക്ഷാമം അനുഭവിച്ച സമയത്ത് മഹാനായ സാമൂതിരി രാജാവ് കുളത്തിനാവശ്യമായ സ്ഥലം നൽകി. അത് നിർദ്ദേശിച്ചത് മഹാനായ ജിഫ്രി തങ്ങളാണ്. അത് നിർവഹിച്ചു കൊടുത്തത് പ്രിയപ്പെട്ട ടിപ്പു സുൽത്താൻ ചക്രവർത്തിയാണ്. ഇവിടെ ഈ സൗഹാർദ്ദം ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ സാമൂതിരി രാജാവ് സ്ഥലം നൽകി. ടിപ്പു സുൽത്താൻ കുളം നിർമ്മിച്ചു. അനേക ലക്ഷങ്ങൾക്ക് ദാഹം അകറ്റി. ഇതുപോലെ നമ്മുടെയൊക്കെ ഓരോ നാടുകളിലും പള്ളികൾ, മദ്രസകൾ സ്ഥാപിക്കുന്നത് അതിൻ്റെ ആദ്യ ശിലയിടുന്നത് തങ്ങളാണെങ്കിൽ അടുത്ത കല്ല് വെക്കുന്നത് നാട്ടിലെ വിശ്വസ്തനും പ്രഗത്ഭനുമായ മുശാരിമാർ, അതുപോലെ ആശാരിമാർ, ഹെൽപ്പർമാർ എല്ലാം കൂടി പള്ളിപ്പണി പൂർത്തീകരിക്കുന്നു. വീട്ടിലുണ്ടാകുന്ന ഏത് വിഭവങ്ങളും പരിസരത്തെ സർവ്വജാതി മതസ്ഥർക്കും നൽകുന്നു. രോഗബാധിതരാകുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഈ കൂട്ടായ്മ, സൗഹാർദ്ദം നിലനിൽക്കുന്ന കാലത്തോളം നാട്ടിൽ പ്രശ്നങ്ങളില്ല. ഏതൊരു പൂന്തോട്ടവും പൂന്തോട്ടമായി മാറുന്നത് വ്യത്യസ്തങ്ങളായ മരങ്ങൾ, വൃക്ഷങ്ങൾ, ചെടികൾ, പുഷ്പങ്ങൾ നിറഞ്ഞ് ആ പലതിൻ്റെയും കൂട്ടായ്മ കാണുമ്പോഴാണ് ആകർഷണീയമാകുന്നത്. കാട് കാടാകുന്നത് അനേകായിരം ജാതി മരങ്ങൾ ഒന്നിച്ച് ഇണചേർന്ന് നിൽക്കുമ്പോഴാണ്. എന്ന പോലെ നമ്മുടെ രാജ്യത്ത് ഹൈന്ദവരും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും അനേക മതസ്ഥരും സഹകരിക്കേണ്ട മേഖലകളിലൊക്കെ സഹകരിച്ച്, യോജിക്കേണ്ടിടത്തൊക്കെ യോജിച്ച് പരസ്പരം സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ കഴിയുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF കേരളമൊട്ടുക്കും സൗഹൃദ സമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ ലക്ഷ്യം. എല്ലാവരും സഹകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് സൗഹൃദത്തിന്റെ കഥ പറയാം. ചരിത്രത്തെ വർത്തമാനത്തിനുള്ള ഊർജവും ആക്കാം.